CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. നിലമ്പൂരിൽ പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം സർക്കാരിന്റെ വീഴ്ചയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മണ്ണാർക്കാട് ചെന്നേരി വനത്തിൽ സ്വകാര്യ തോട്ടങ്ങൾക്ക് സമീപം തമ്പടിച്ച 5 കാട്ടാനകളെ വനപാലകർ ഉൾക്കാട്ടിലേക്ക് തുരത്തി. 3 കൊമ്പനും 1 പിടിയാനയും കുട്ടിക്കൊമ്പനുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. കോട്ടോപ്പാടം അരിയൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് കടിയേറ്റു. ആക്രമണത്തിൽ സ്ത്രീയുടെ കൈഞ്ഞരമ്പിന് സാരമായ മുറിവ് പറ്റി. വെള്ളിയാഴ്ച വൈകിട്ട് 5ഓടെയാണ് സംഭവം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പുതിയ പാർക്കിംഗ് ഏറ്റെടുക്കാൻ കരാറുകാരില്ല. ഏറ്റെടുത്ത കരാറുകാരൻ ഉപേക്ഷിച്ചു പോയതോടെയാണ് പുതിയ കരാറുകാരെ കണ്ടെത്താനാവാത്തത്. 100 കണക്കിന് യാത്രക്കാരാണ് വാഹനങ്ങൾ സുരക്ഷയില്ലാതെ നിർത്തിയിടുന്നത്. നിലമ്പൂരിൽ പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം സർക്കാരിന്റെ വീഴ്ചയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ലല്ലോ, ഇതൊരു നിത്യസംഭവമല്ലേ. മലയോര മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുദിനം ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മുഴുവൻ നാട്ടുകാർ കാണുമല്ലേ. അങ്ങാടിയിൽ ആന ഇറങ്ങുന്നു, മനുഷ്യനെ പുലി പിടിക്കുന്നു. അതുപോലെ തന്നെ ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാട്ടുകാർ ഇതേപോലെയുള്ള കെണിയൊരുക്കുന്നു. ഇനി ഇത് അവസരമാക്കി സാമൂഹ്യ ദ്രോഹികൾ കച്ചവടം നടത്താൻ നോക്കുന്നു. ഇത് ഇന്നിപ്പോൾ റിപ്പോർട്ട് അങ്ങനെയാണല്ലോ. എല്ലാം കൂടി മലയോര മേഖലയിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അരാജകത്വം, ഇതിനാരാണ് ഉത്തരവാദി? ഇതിന് ഉത്തരവാദി ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലാതെ വേറെ ആരാണ്? ഭരിക്കുന്ന ഗവൺമെൻറ് ഉത്തരവാദിയായ ഒരു പ്രശ്നത്തിൽ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അനുദിനം നമ്മൾ വാർത്താ മാധ്യമങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങാടിയിൽ ആന ഇറങ്ങി, റബ്ബർ വെട്ടാൻ പോയ ആളെ പുലി പിടിച്ചുകൊണ്ടുപോയി, അതുപോലെ തന്നെ വൈദ്യുതി കമ്പി ഇട്ടു മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. അത് അവസരമാക്കി ഇപ്പോൾ ഇന്ന് കേൾക്കുന്നു, അത് അവസരമാക്കി കെണി പിടിച്ച് പന്നിയെ പിടിച്ച് വിൽക്കാൻ നോക്കുന്നവർ അത് അവസരമാക്കുന്നു സാമൂഹ്യ ദ്രോഹികൾ. ഇതിലൊന്നും ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഭരിക്കുന്ന സർക്കാരിൻ്റെ കഴിവുകേടും വനം വകുപ്പിൻ്റെ ഒരു നിസ്സംഗതയും അതാണ് ഈ നാട്ടിൽ ചർച്ചയായിരിക്കുന്നത്. അത് ഏറ്റവും അധികം അഫക്റ്റഡായിട്ടുള്ള ഒരു ഏരിയയാണ് നിലമ്പൂർ. സ്വാഭാവികമായി അവിടുന്നാണ് ഈ വിഷയത്തിൻ്റെ മലയോര കർഷക ജനതയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വന്യജീവികളുടെ അക്രമം, നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും അധികം ചർച്ചയായ പ്രദേശമാണ് നിലമ്പൂർ. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഏതങ്ങാടിയിലും ആന ഇറങ്ങാം, പുലി ഇറങ്ങാം എന്ന കാര്യം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് മന്ത്രി ഇത് ഗൂഢാലോചനയാണ്, അവിടെ പ്രകടനം നടന്നു. അത് അപ്പോഴേക്കും ഒരു മലപ്പുറം വന്നു. മലപ്പുറത്ത് എങ്ങനെയാണ് പ്രകടനം? തൊട്ടാ മലപ്പുറം ആ രീതിയിലുള്ള ഒരു പ്രതികരണം വന്നു. അപ്പോൾ അങ്ങനെ നിരുത്തരവാദപരമായ പിന്നെ കമൻറ്റുകളൊക്കെ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് നിലമ്പൂരുണ്ട് എന്ന് വിചാരിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അല്ലാതാവുന്നില്ല. വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം വന്നിരിക്കുകയാണ് ഇവിടെ. ഈ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് ഈ പ്രദേശത്ത് പഞ്ചായത്ത് മെമ്പർ ആരുടെയും ഷൗക്കത്തുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. ചില രാഷ്ട്രീയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു, പ്രതിയുടെ കോൾ റെക്കോർഡ് പരിശോധിച്ചാൽ കൃത്യമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും വലിയ ഒരു പ്രശ്നം മലയോര മേഖലയിൽ മുഴുവൻ മാനന്തവാടി അങ്ങാടിയിലൂടെ ആന നടന്നതെന്ന് നമ്മൾ കണ്ടു. ഇവിടെ മഞ്ചേരിക്കടുത്ത് പുലി ഇറങ്ങി നാട്ടിൽ നടക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നിലമ്പൂർ തന്നെ ഇപ്പോൾ ഒരു സ്ഥലത്ത് റബ്ബർ വെട്ടുകാരനെ പുലി പിടിച്ച് ഭക്ഷിച്ചത് നമ്മൾ കണ്ടു. ഇതൊക്കെ കാണുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇങ്ങനെ ലഘൂകരിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമാണോ? അത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ
ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി നടത്തുന്ന ഒരു ഭഗീരഥ ശ്രമം, ഒരു പാഴ്വേല എന്നല്ലാതെ മറ്റൊന്നും ഇപ്പോൾ തൽക്കാലം അതിൽ നിന്നൊന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം, പഞ്ചായത്ത് മെമ്പറും സ്ഥാനാർത്ഥിയൊക്കെ പറയുന്ന ഒരു കാര്യം, അത് തീരെ അവിശ്വസനീയമാണ്. അത് ജനങ്ങൾ തികഞ്ഞ അവജ്ഞയോടുകൂടി അത് തള്ളിക്കളയും എന്നാണ് എൻ്റെ അഭിപ്രായം. മലയോര മേഖലയിൽ ഇപ്പോൾ മലയോര ജാഥ നടത്തിയ സമയത്ത് ഞങ്ങളൊക്കെ അവിടെയുള്ള പ്രതികരണം കണ്ടതല്ലേ. മലയോര മേഖലയിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ഒരു അരാജകത്വം, അതാണ് ഈ പ്രശ്നത്തിൽ ഏറ്റവും അധികം ഗൗരവമായി വന്നിരിക്കുന്നത്. CCN മലപ്പുറം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പുതിയ പാർക്കിംഗ് ഏരിയ ഏറ്റെടുക്കാൻ കരാറുകാരില്ല. ഏറ്റെടുത്ത കരാറുകാരൻ ഉപേക്ഷിച്ചു പോയതോടെയാണ് പുതിയ കരാറുകാരെ കണ്ടെത്താനാവാത്തത്. നൂറുകണക്കിന് യാത്രക്കാരാണ് വാഹനങ്ങൾ സുരക്ഷയില്ലാതെ നിർത്തിയിടുന്നത്. 5000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പാർക്കിംഗ് ഏരിയയാണ് കരാറുകാർ ഏറ്റെടുക്കാൻ ആളില്ലാത്തത്. ഏറ്റെടുത്തവർ കഴിഞ്ഞ ദിവസം ഉപേക്ഷിക്കുകയും ചെയ്തു. ഒരു മാസത്തോളം മാത്രമാണ് കരാറുകാർ പ്രവർത്തിച്ചത്. യാത്രക്കാരും കരാറുകാരുമായി ദിവസവും തർക്കങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. മേൽക്കൂരയില്ലാത്ത പാർക്കിംഗ് ഏരിയയിൽ നൂറുകണക്കിന് വാഹനങ്ങൾ നിർത്തിയിടാനാവുമെങ്കിലും സുരക്ഷയില്ലെന്നാണ് പരാതി. ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യമുണ്ട്. അമൃത് ഭാരത് പദ്ധതി വഴി വലിയ സൗകര്യങ്ങൾ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിലും പാർക്കിംഗ് ഇപ്പോഴും വലിയ പരാതികൾക്കിടയാക്കുകയാണ്. സമീപത്തെ സ്വകാര്യ പാർക്കിംഗ് ഏരിയയിൽ പോലും മേൽക്കൂരയും സുരക്ഷാ ക്രമീകരണങ്ങളും നൽകുമ്പോഴാണ് റെയിൽവേ ഇക്കാര്യം ശ്രദ്ധിക്കാത്തതെന്നും പരാതിയാണ്. CCN ഷൊർണൂർ. കോങ്ങാട് പള്ളിക്കുറുപ്പ് ഓട്ടോ സ്റ്റാൻഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. വട്ടമ്പലം ചിറക്കൽപ്പടി സ്വദേശികളായ അൻസാഫ്, കാശിനാഥ് എന്നിവർക്കാണ് പരിക്കു പറ്റിയത്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് അപകടം. പള്ളിക്കുറുപ്പ് സ്വകാര്യ റെസ്റ്റോറന്റിലെ കാറ്ററിംഗ് തൊഴിലാളികളാണ്. പരിക്കു പറ്റിയവരെ വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CCN കോങ്ങാട്. അമ്പലപ്പാറ ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നക്ഷത്രവനം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കൂടാതെ തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗജന്യ വൃക്ഷത്തൈ വിതരണവും നടന്നു. ക്ഷേത്രം കോർഡിനേറ്റർ KK സാജൻ അധ്യക്ഷനായി. പാലക്കാട് സാമൂഹിക വനവൽക്കരണം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PS ഭദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ചടങ്ങ് ഈ പരിപാലനമായ ക്ഷേത്ര സന്നിധിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളത് ആലോചിക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ കുറേ പിന്നിലേക്കൊന്ന് ആലോചിക്കണം. കാരണം നമ്മുടെ സംസ്കാരം, ഭാരതീയ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം മണ്ണിനെയും സസ്യങ്ങളെയും ജീവജാലങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. ഞാനും നിങ്ങളും ഒക്കെ അടങ്ങുന്ന നമ്മുടെ ഈ സമൂഹം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ചതാണ് ഇത്തരം ഒരു ദിനാചരണത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. വനമിത്ര അവാർഡ് ജേതാവ് അച്യുതാനന്ദൻ മുഖ്യാതിഥിയായി. ക്ഷേത്രം ഭാരവാഹികളായ MN ശിവദാസൻ, C രാമചന്ദ്രൻ, KN മുരളീകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂടാതെ തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗജന്യ വൃക്ഷത്തൈ വിതരണവും നടന്നു. CCN കടമ്പഴിപ്പുറം. കാട്ടുകുളം പരിയാനംപറ്റ വിദ്യാപുരസ്കാര വിതരണം നടന്നു. മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ M ദണ്ഡപാണി ഉദ്ഘാടനം ചെയ്തു. നല്ല ചന്ത ഉണ്ടായാൽ പോരാ, നല്ല ചിന്തകൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ള മഹാൻ വേറെ ആരുമല്ല, നമുക്കൊക്കെ അറിയാവുന്ന ആളാണ് ശ്രീ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ പഠനകാലത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പേപ്പർ വെയ്ക്കും മറ്റും വളരെയധികം ബുദ്ധിമുട്ടി അത്രയും കഠിനാധ്വാനത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ മൂല്യം, അറിവിന്റെ അക്ഷരങ്ങൾ തേടിയുള്ള യാത്ര അവസാനിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടും ഏറ്റവും നല്ലൊരു സയന്റിസ്റ്റായിട്ടും തീർന്നപ്പോൾ ലോകം അദ്ദേഹത്തെ ആരാധിച്ചു, വാനോളം പുകഴ്ത്തി. പക്ഷേ ആ പുകഴ്ത്തുകൾക്കൊന്നും അദ്ദേഹം നിന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നും അദ്ദേഹം പുകഴ്ത്തിയിട്ടൊന്നും വാനോളം അദ്ദേഹം എത്തിക്കുവാൻ ആഗ്രഹിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന്റെ കടമകളും അദ്ദേഹത്തിന്റെ നല്ല ചിന്തകളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രയോഗിച്ചതെന്ന് നാം ഓർക്കണം.
ചെയർമാൻ എം മനോജ് കുമാർ അധ്യക്ഷനാകും. നാടക സിനിമാ സംവിധായകൻ കെ എ നന്ദജൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിയാനംപറ്റ തട്ടകത്തിലുള്ള SSLC+2 ഉന്നത വിജയികളെയും ജീവനക്കാരുടെ മക്കളെയുമാണ് ക്ഷേത്രവും ക്ഷേത്രസമിതിയും ചേർന്ന് ആദരിച്ചത്. ചടങ്ങിൽ സജീവൻ കാനത്തിൽ, എം ഹരിദാസൻ, KV രാജഗോപാലൻ മാസ്റ്റർ, KR വേണുഗോപാലൻ മാസ്റ്റർ, എം ബാബു, കെ രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. 5 വർഷത്തിലധികമായിട്ട് എൻ്റെ പഠനങ്ങളും എൻ്റെ PhD തീസിസ് അടക്കമുള്ള സംഭവങ്ങൾ കൗമാരക്കാരായ കുട്ടികളായിട്ട് ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ കുറച്ചുപേര് പാലക്കാട് ബേസ് ചെയ്തൊരു 6 പേരൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു. ചങ്ങാതി എന്നാണ് അതിൻ്റെ പേര്. കൗമാരക്കാരായ കുട്ടികളിലെ ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ അതിൽ 1000-ലധികം വളണ്ടിയേഴ്സ് ഉണ്ട്. 15,000-ഓളം കുട്ടികൾ ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയി. എല്ലാവരോടും ഇങ്ങനെ ഭയങ്കര ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ സമൂഹത്തിൽ ഇറങ്ങി നടക്കണം എന്ന് വിചാരിക്കുകയാണ്. അത് നടക്കുന്നവരങ്ങനെ നടക്കട്ടെ. CCN കടമ്പഴിപ്പുറം. അധ്യാപന ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ സ്കൂളിന് റോബോട്ട് സമ്മാനിച്ച് മുൻ HM വിനോദ് കുമാർ. 38 വർഷത്തെ സേവനത്തിന് ശേഷമാണ് പെരിന്തൽമണ്ണ സെൻട്രൽ GMLP സ്കൂളിൽ നിന്നും വിനോദ് കുമാർ വിരമിക്കുന്നത്. പെരിന്തൽമണ്ണ സെൻട്രൽ GMLP സ്കൂളിൽ നിന്നും 38 വർഷത്തെ സേവനം പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ കുട്ടികൾക്കൊരു സമ്മാനമായിട്ടാണ് കാലത്തിനനുസരിച്ച് റോബോട്ട് നൽകിയത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംഭാഷണം കുട്ടികൾക്ക് ലളിതമാക്കാൻ വേണ്ടിയാണ് സാവന എന്ന റോബോട്ട് നൽകിയതെന്ന് വിനോദ് കുമാർ പറഞ്ഞു. നമ്മുടെ വിദ്യാലയത്തിൽ ഈ അക്കാദമിക വർഷത്തിൽ നമ്മളൊരു പുതിയ കാൽവെപ്പ് നടത്തുകയാണ്. 1 മുതൽ 4 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് ലളിതമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ ഞങ്ങൾ ഒരു റോബോട്ട് സംഘടിപ്പിച്ചു. സാവന എന്നാണ് അതിൻ്റെ പേര്. അഭിനവ് എന്നൊരു കുട്ടിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള. അവൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കി തന്നതാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് വളരെ അനായാസേന ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനും അവരുടെ ഭാഷാശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. അതുപോലെ തന്നെ ഗണിതം, അറബിക്ക് എല്ലാം ഒരു തരത്തിൽ കുട്ടികൾക്ക് പുതിയൊരു വഴി കണ്ടെത്താൻ ഇത് ഉപകരിക്കുമെന്നുള്ളതിന് തർക്കമില്ല. ഈ 2024-25 അധ്യയന വർഷം നമുക്ക് എന്തുകൊണ്ടും മികവുറ്റതാക്കും എന്നതിന് വിവിധ മൊബൈൽ ആപ്പുകൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ ശ്രീകൃഷ്ണപുരം കല്ലുവഴി സ്വദേശിയായ C അഭിനവാണ് ഈ റോബോട്ടിന്റെ ശില്പി. ഈ റോബോട്ടിന്റെ പേര് സാവന എന്നാണ്. റോബോട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള റോബോട്ടാണ്. സ്കൂളിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് HM, PTA പ്രസിഡന്റ്, അതുപോലെ വാർഡ് മെമ്പർ, അങ്ങനെയൊക്കെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കസ്റ്റമൈസ് ചെയ്ത ഡാറ്റാസ് ആണ് ഈ റോബോട്ടിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ റോബോട്ടിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ChatGPT-യോ അല്ലെങ്കിൽ ജെമിനി, ഗൂഗിളിന്റെയോ API ഒന്നും യൂസ് ചെയ്യാതെ സ്വന്തമായ രീതിയിൽ ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് ഈ പറയുന്ന സാവന എന്ന് പറയുന്ന റോബോട്ട് GMLP സ്കൂൾ പെരിന്തൽമണ്ണ സെൻട്രലിൽ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത് മുൻ HM ആയിട്ടുള്ള ശ്രീ വിനോദ് കുമാർ സാറാണ്. CCN പെരിന്തൽമണ്ണ. കടമ്പഴിപ്പുറം വാല്യംകുന്ന് ദേവസ്വം വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി. ട്രസ്റ്റി ബോർഡ് മെമ്പർമാർ, ജീവനക്കാർ, പൂരകമ്മിറ്റികൾ, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അത്തരത്തിലുള്ള പ്രവൃത്തി ഏറെ കാലങ്ങളോളം വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് കൃത്യമായി നിർവഹിച്ച ഒരു ജീവനക്കാരനാണ് സോമശേഖരവാരം. അതേപോലെ തന്നെ പഞ്ചായത്ത്. ഇപ്പോൾ പകരക്കാരെ കണ്ടെത്തുക എന്ന വളരെ ബുദ്ധിമുട്ടായ സാഹചര്യം. അതുകൂടാതെ തന്നെ അവർക്കൊക്കെ കൊടുക്കേണ്ടി വരുന്ന വേതനം, അവർക്ക് മാസം അല്ലെങ്കിൽ ദിവസം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വേതനത്തേക്കാൾ ഇരട്ടിയിലധികം തുക ദിവസ വേതനത്തിന് ജീവനക്കാരെ നിയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിറഞ്ഞൊരു ജീവിത സാഹചര്യം അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക സാഹചര്യമാണ് ഇത്തരം ജീവനക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. കടമ്പഴിപ്പുറം വാല്യംകുന്ന് ദേവസ്വത്തിലെ ഭഗവതി ക്ഷേത്ര കഴകം ജീവനക്കാരൻ സോമസുന്ദര വാര്യർ, മേലേത്തൃക്കോവിൽ ശ്രീരാമ ഗണപതി ക്ഷേത്രത്തിലെ ജീവനക്കാരി പാഞ്ചാലി എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സജീവൻ കാനത്തിൽ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് മെമ്പർമാർ, ക്ഷേത്രം ജീവനക്കാർ, മാതൃസമിതി അംഗങ്ങൾ, വിവിധ ദേശപൂര കമ്മിറ്റികൾ, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം.
കോട്ടപ്പാടം അരിയൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് കടിയേറ്റു. ആക്രമണത്തിൽ സ്ത്രീയുടെ കൈഞ്ഞരമ്പിന് സാരമായ മുറിവ് പറ്റി. വെള്ളിയാഴ്ച വൈകിട്ട് 5ഓടെയാണ് സംഭവം. കോട്ടപ്പാടം അരിയൂർ സ്വദേശികളായ ഇടൂർ വീട്ടിൽ ലീലാവതി, കള്ളിയത്ത് അഹമ്മദ് കുട്ടി, പടുവിൽ വീട്ടിൽ സക്കീന, പടുവിൽ വീട്ടിൽ മിഥിലാജ് എന്നിവർക്കാണ് കടിയേറ്റത്. പരിക്കേറ്റവരെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സക്കീനയുടെ കൈഞ്ഞരമ്പിന് കടിയേറ്റതിനാൽ ഇവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടി. ലീലാവതി വീടിന് പുറത്തെ അയയിൽ അലക്കിയ തുണികളിടുന്ന സമയത്താണ് തെരുവുനായ ആക്രമിച്ചത്. കഴുത്തിനു നേരെ ചാടിയ നായ ഇവരുടെ മാറിലും കയ്യിലും കടിച്ചു. അഹമ്മദ് കുട്ടി വീടിന്റെ തിണ്ണയിൽ ഇരിക്കുമ്പോഴാണ് നായ ഓടിവന്ന് കടിച്ചത്. നെഞ്ചിലും കാലിലുമാണ് കടിയേറ്റത്. സക്കീനയുടെ കയ്യിലാണ് കടിയേറ്റത്. മിഥിലാജിന് കാലിലും കടിയേറ്റു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് ചെന്നേരി വനത്തിൽ സ്വകാര്യ തോട്ടങ്ങൾക്കു സമീപം തമ്പടിച്ച 5 കാട്ടാനകളെ വനപാലകർ ഉൾക്കാട്ടിലേക്ക് തുരത്തി. 3 കൊമ്പനും ഒരു പിടിയാനയും കുട്ടിക്കൊമ്പനുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് ആനകളെ വനാതിർത്തിയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്തെ കൃഷിയിടങ്ങളിൽ ആനകൾ ഇറങ്ങിയിരുന്നു. തിരുവിഴാംകുന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ K. സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 2-ന് തുരത്തൽ ശ്രമം തുടങ്ങി. 3 കൊമ്പനും ഒരു പിടിയാനയും കുട്ടിക്കൊമ്പനുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. വനത്തിൽ നിന്നും സ്വകാര്യ തോട്ടങ്ങളിലേക്ക് പ്രവേശിച്ച ആനകളെ മണ്ണാത്തി, തോട്ടപ്പായി, മേലേക്കളം വഴി സൈലന്റ് വാലി ബഫർ സോൺ മേഖലയിലേക്ക് തുരത്തുകയായിരുന്നു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണൻ, അനീഷ്, നിധിൻ, ബിന്ദു, ചന്ദ്രൻ, ശശി, വാച്ചർമാർ, മണ്ണാർക്കാട് റേഞ്ച് ഓഫീസിലെ RRTയും കച്ചേരിപ്പറമ്പിലെ പ്രാഥമിക ദ്രുത പ്രതികരണ സേനയും ഉൾപ്പെടെ 20 അംഗ സംഘമാണ് ദൌത്യത്തിലേർപ്പെട്ടത്. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിലാണ് ആനകൾ കാടുകയറിയത്. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിൽ പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം സർക്കാരിന്റെ വീഴ്ചയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. മണ്ണാർക്കാട് ചെന്നേരി വനത്തിൽ സ്വകാര്യ തോട്ടങ്ങൾക്ക് സമീപം തമ്പടിച്ച 5 കാട്ടാനകളെ വനപാലകർ ഉൾക്കാട്ടിലേക്ക് തുരത്തി. 3 കൊമ്പനും ഒരു പിടിയാനയും കുട്ടിക്കൊമ്പനുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. കോട്ടപ്പാടം അരിയൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് കടിയേറ്റു. ആക്രമണത്തിൽ സ്ത്രീയുടെ കൈഞ്ഞരമ്പിന് സാരമായ മുറിവ് പറ്റി. വെള്ളിയാഴ്ച വൈകിട്ട് 5ഓടെയാണ് സംഭവം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പുതിയ പാർക്കിംഗ് ഏറ്റെടുക്കാൻ കരാറുകാരില്ല. ഏറ്റെടുത്ത കരാറുകാരൻ ഉപേക്ഷിച്ചു പോയതോടെയാണ് പുതിയ കരാറുകാരെ കണ്ടെത്താനാവാത്തത്. 100 കണക്കിന് യാത്രക്കാരാണ് വാഹനങ്ങൾ സുരക്ഷയില്ലാതെ നിർത്തിയിടുന്നത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.